So, hello friends, meet CA Sachin Sunil. നമ്മളെ സച്ചിന് ലാസ്റ്റ് November 24 എക്സാമിന് ക്വാളിഫൈ ചെയ്തു. ആൻഡ് വിത്ത് ഹിസ് പെർമിഷൻ ഐ എം സേയിങ് വൺ തിങ് ഫോർ ദി CA ഫൈനൽ ഓഡിറ്റിംഗ് പേപ്പർ. എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് എ ട്രെമെൻഡസ് ചേഞ്ച് വിച്ച് ഹി ഹാസ് ഷോൺ ഫ്രം 30 marks to 72 അല്ലേ, 72 marks. And അതില് പറയാനുള്ള കാര്യം, it's like this. He had messaged me. I still have that WhatsApp message, I think. Miss എങ്ങനെ improve ചെയ്യും? He asked me suggestion. As usual, I have said few suggestions, but he said next attempt is 70+ in auditing. And I don't know how. Mark വന്നപ്പം അവൻ എന്ത് പറഞ്ഞോ, whatever he said, his mark is 72. And hats off to you, Sachin. Which was the weakest paper? അതല്ലടാ, weakest paper നിന്റെ strongest paper ആക്കിയത്. That too in final auditing. Hats off. So, how is it possible? ഇതിലെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ, എനിക്ക് 72 എന്ന് പറയുന്നത് തന്നെ എനിക്ക് 100 മാർക്സ് അറ്റൻഡ് ചെയ്തില്ലല്ല, 86 മാർക്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റിനാടും ഹയസ്റ്റ് മാർക്ക് തന്നെ ആയിരിക്കും. FR ആണ് എന്റെ ഹയസ്റ്റ് വരുന്നത് 75. പിന്നെ ഡയറക്ട് ടാക്സിലും ഉണ്ട് എനിക്ക്, ഇൻഡയറക്ട് ടാക്സിലും ഉണ്ട് എനിക്ക് 72. ടോട്ടൽ അല്ല, സത്യം പറഞ്ഞ 4 അറ്റംപ്റ്റ് എടുത്തു, പക്ഷെ 5 എക്സംഷൻ ഉണ്ട് എനിക്ക്. ഒരു പക്ഷേ എന്താന്ന് വെച്ചാൽ 4 അറ്റംപ്റ്റ് എടുത്തു, അതാണ് വിഷമം. അതല്ല, ഇപ്പം എന്താണ് 2 letters is there, CA Sachin, and from 30 to 70. അത് മാത്രമല്ല, 5 papers exemption is something which is which is great, which is equivalent to rank holders marks അല്ലേ? Yes, almost 65% ഉണ്ട്. So how is that possible, Kutta, from 30 to 70, 75? ഓക്കെ അത് ഞാൻ ഫസ്റ്റ് ജേണി പറയാം. ആദ്യം ഞാൻ തുടങ്ങിയപ്പോ മിസ്സിന്റെ ക്ലാസ് വെച്ച് തുടങ്ങിയത്. മിസ്സിന്റെ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു, പക്ഷെ മിസ് പറഞ്ഞ പോലെ ചെയ്യാൻ ഒരു മടി, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. മിസ് നോട്ട്സ് തരാറുണ്ടായി, നോട്ട്സ് വായിക്കും, എന്നാ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്ന പറഞ്ഞാൽ ചെയ്യാറുണ്ടായി. ചെയ്തു, എന്നാ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുമ്പോ തന്നെ നമുക്കൊരു തലവേദന. മിസ്സിന്റെ മെറ്റീരിയൽ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ ആണെന്ന് പറയുമ്പോ വായിക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു മടി വരുന്നുണ്ടായിരുന്നു. മിസ്സിന്റെ നോട്ട്സ് തന്നെയാ കൂടുതൽ. മിസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ സ്റ്റഡി മെറ്റീരിയൽ കൂടുതൽ പ്രിഫർ ചെയ്യാൻ. കീവേഡ്സ് മാത്രം എഴുതിയാൽ പോരാ, കൂടുതൽ സെന്റൻസ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ പ്രസന്റേഷൻ തുടക്കം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോ എക്സാമിന് എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ കീവേഡ്സ് അധികം എഴുതിയിട്ടില്ല. ഉറപ്പായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പായിരുന്നു ഓഡിറ്റ് ഫെയിൽ ആവും. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഓൾമോസ്റ്റ് 39 മാർക്സ് ആണ് ഓഡിറ്റ് കിട്ടിയത്. അപ്പോ സെക്കൻഡ് അറ്റംപ്റ്റിലായപ്പോ പിന്നെ കൂടുതൽ ഫോക്കസ് ഞാൻ ചെയ്തത് സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയാ. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് അധികം ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ അറ്റംപ്റ്റ് ഓഡിറ്റ് 29 കിട്ടിയായി. അത് ഒന്നും പഠിക്കേണ്ടത് തന്നെ 29. കാരണം ലാസ്റ്റ് ടൈമിൽ ചാപ്റ്റേഴ്സ് തന്നെ നമുക്ക് കമ്പനി ഓഡിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കോർപ്പറേറ്റ് ഗവർണൻസ്. ആ ചാപ്റ്ററൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതിലൊക്കെ എനിക്ക് മാർക്ക് നേടാൻ കഴിഞ്ഞു. തേർഡ് അറ്റംപ്റ്റ് ആയിപ്പോ ഞാനൊരു ചെറിയ സമ്മറി ബുക്ക് എന്ന് പറയാം. കാരണം അത് ചെയ്തത് ശരിയല്ല. ആൻഡ് ആ ബുക്കും ഓൾമോസ്റ്റ് 200 to 250 പേജസ് ഉണ്ടാവായിരിക്കും. അപ്പൊ അത് റെഫർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമൊന്നുണ്ടല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോ ഓൾമോസ്റ്റ് അത്യാവശ്യം കീവേഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോ ഞാൻ വിചാരിച്ച ഈ ബുക്ക് മതിയായിരിക്കും, കോൺഫിഡൻസ് ആവും. പക്ഷെ എക്സാം എഴുതിയപ്പോ അതിന് കഴിഞ്ഞു പോയി. ഫുള്ള് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും ഈ ICയുടെ സ്റ്റഡി മെറ്റീരിയൽ ലൈൻ ചോദ്യങ്ങൾ വരുന്നേ. അവരിപ്പോ ആൻസറിന് തന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. അവരുടെ വലിയ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ക്വാളിഫൈ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തേർഡ് അറ്റംപ്റ്റ്. ഞാൻ ഒരു 100 മാർക്സിന് എഴുതി ഓൾമോസ്റ്റ് ഒരു 55 to 60 മാർക്സ് ഞാൻ പ്രതീക്ഷിച്ചു ആ അറ്റംപ്റ്റില്. എന്താ അപ്പോ ഫെയിൽ ആയിപ്പോ അത്രയും വിഷമമായി. ആ അറ്റംപ്റ്റ് കിട്ടുന്ന ഉറപ്പിച്ച അറ്റംപ്റ്റ് ആയിരുന്നു അത്, തേർഡ് എന്ന് പറയുന്നത് May 24. അതിൽ മാർക്ക് വന്നപ്പോ വിചാരിച്ചാലും പകുതി മാർക്കുള്ളൂ, 30.
അപ്പോ ആ ടൈമിൽ നല്ല വിഷമായിരുന്നു. പിന്നെ ഞാൻ പേപ്പർ എടുത്തപ്പോഴാണ് ഞാൻ കൂടുതൽ അനലൈസ് ചെയ്ത് ആൻസേഴ്സ് മിസ് പറഞ്ഞു. ഓക്കെ ഓക്കെ. അങ്ങനെ മെയ് എക്സാം കഴിഞ്ഞപ്പോ ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേപ്പർ എടുത്തപ്പോ എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് ഉണ്ട്, കീവേഡ്സ് ഉണ്ട്, ചില കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ ഒരു 10 കീവേഡ്സ് ഉണ്ടെങ്കിൽ അതിലൊരു 7-8 കാണും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇലാബറേറ്റ് ചെയ്തില്ല, ആൻസർ ഫുൾ കംപ്ലീറ്റ് അല്ല. അതാണ് മെയിൻ പ്രശ്നമായിരുന്നു. ഒരു 5 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നാൽ അതിലൊരു 3 മാർക്സിന് എഴുതിയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു 60-70% ആക്യുറസി ഉണ്ടെങ്കിൽ ആ 3 തന്നെ നമുക്ക് 1-1.5 കിട്ടുള്ളൂ. മിക്ക ആൻസേഴ്സിന് എനിക്ക് 5-ൽ 0, ഹാഫ്, 1-1.5 ഇത് മാത്രമേ ഉള്ളൂ. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രം 5-ൽ 4 കിട്ടിയിരിക്കുന്നു. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും 1-1.5, 0 ഇതാണ്. ഈവൻ പ്രൊഫഷണൽ എത്തിക്സിൽ പോലും എനിക്ക് ഔട്ട് ഓഫ് 17 മാർക്സിൽ എനിക്ക് 1 മാർക്ക് ഉണ്ട്. ഇത്രയും ഈസി ആയിട്ട്, ഇത്രയും ഈസി ആയ ടോപ്പിക്കിന് തന്നെ 17 മാർക്സിന് എനിക്ക് 1 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആൻസേഴ്സ് നോക്കുമ്പോൾ കുറെയൊക്കെ കംപ്ലീറ്റ് ആണ്. സോറി, കുറെയൊക്കെ കീവേഡ്സ് ഉണ്ട്, എന്നാൽ ആൻസേഴ്സ് കംപ്ലീറ്റ് അല്ല. അതും ഐസിയുടെ ഫോർമാറ്റിലല്ല നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രസന്റേഷനിൽ നല്ല രീതിയിൽ പോയി എനിക്ക് മനസ്സിലായി ഏകദേശം. പിന്നെ തേർഡ് അറ്റംപ്റ്റ് ആയപ്പോ പിന്നെ ഐസിയുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഞാൻ റെഫർ ചെയ്തു. ഐസിയുടെ ഫോർമാറ്റിൽ തന്നെ കൂടുതൽ പഠിച്ചു. അതിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയത് റൈറ്റ് ആൻഡ് സ്റ്റഡി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് റൈറ്റ് ആൻഡ് സ്റ്റഡി. എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ മെത്തഡ് തന്നെ. എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും എന്റെ ഇവിടെ അടുത്തുള്ള നെയ്ബേഴ്സ് ആണെങ്കിലും സി എ പഠിക്കുന്നവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് ഓഡിറ്റിംഗ് തിയറി ആണെന്ന് വിചാരിച്ചിട്ട് വായിച്ച് പഠിച്ച കാര്യമില്ല, എഴുതി തന്നെ പഠിക്കണം. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ എഴുതി പഠിച്ചിട്ടില്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഒരു 70-80% ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് എഴുതി പഠിക്കുക. പിന്നെ മിസ് തന്നെ കുറെ ചാർട്ടൊക്കെ ഉണ്ടാക്കാൻ പറയില്ല, കാരോഡ് ആണെങ്കിലും അത് ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റിക്ക് ചെയ്തില്ല, എന്നെ കയ്യിൽ വെക്കും. അതൊക്കെ ഓരോ ദിവസം വായിക്കുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് റീഡ് ചെയ്യും. സ്റ്റിക്ക് ചെയ്ത പിന്നെ ആൾക്കാർ കാണുന്നു വിചാരിച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തില്ല. ടോപ്പിക്സ് ഇപ്പൊ ഒരു എസ് എ കഴിഞ്ഞാൽ, ഇപ്പൊ എസ് എ 240 അല്ലെങ്കിൽ എസ് എ 250 അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും ഞാൻ മാക്സിമം. മൊത്തം ആസ് പെർ എസ് എ 240 വെച്ചിട്ട് ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റി റിലേറ്റിംഗ് ടു ഫ്രോഡ് അത് വെച്ച് ഹെഡിങ് പിന്നെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം എഴുതി നോക്കും. എന്നിട്ട് അത് ഐസിയുടെ പ്രസന്റേഷൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുണ്ടോ, കീവേഡ്സ് ഒരു ഓൾമോസ്റ്റ് ഒരു 70-80% ആക്യുറസി ഉണ്ടോ ഞാൻ നോക്കും. ഒരു ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ ഒരു 50% പോലും ഉണ്ടാവില്ല. പിന്നെ അത് വീണ്ടും വീണ്ടും ക്യുമുലേറ്റീവ് റിവിഷൻ ചെയ്തപ്പോഴാണ് ഒരു നല്ല കോൺഫിഡൻസ് കിട്ടിയത്. റിവിഷൻ എത്ര പ്രാവശ്യം ചെയ്തു? റിവിഷൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടൈം ഞാൻ 2 and 3 times എന്ന് പറയാം ഏകദേശം. അതിൽ ഫസ്റ്റ് ടൈം 3 times. ഫസ്റ്റ് ടൈം ഞാൻ 15 days എടുത്തു, സെക്കൻഡ് ടൈം 7 days, പിന്നെ തേർഡ് ടൈം 4 days. കാരണം ഈ ഒരു സബ്ജക്ട് മാത്രം എനിക്ക് ഉണ്ടായില്ല അറ്റംപ്റ്റ്. അതുകൊണ്ട് എനിക്ക് 1.5 days പ്രശ്നം വന്നിട്ടുണ്ടായില്ല. ബാക്കി രണ്ടിനും എക്സംഷൻ ആയിരുന്നല്ലോ. എക്സംഷൻ ആയിരുന്നു. ഞാൻ തുടങ്ങിയത് തന്നെ ഈ ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ കഴിഞ്ഞു. 45 days ഇഫക്റ്റീവ്ലി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 45 days ഒരു സബ്ജക്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ സ്ട്രാറ്റജി ഫുൾ ആയിട്ട് മാറ്റി. ഞാൻ ചാർട്ട് ബുക്സ്, ചെറിയ ബുക്കുകൾ റെഫർ ചെയ്യേ അല്ലെങ്കിൽ അതൊക്കെ മിസ്സിന്റെ ബുക്ക് യൂസ് ചെയ്യണ്ടായിരുന്നു. അതും വെച്ച് ഐസിയുടെ സ്റ്റഡി മെറ്റീരിയൽ ആ കീവേഡ്സ് ഒക്കെ മിസ്സിന്റെ ബുക്ക് ഞാൻ ആ റിവിഷൻ ടൈമിൽ നല്ലപോലെ യൂസ് ചെയ്യണ്ടായിരുന്നു. ആ 4 days റിവിഷൻ ടൈമിൽ ആ കീവേഡ്സ് ഒന്ന് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം. റിവിഷനിൽ നീ മറന്നു പോവാതിരിക്കാൻ ഫൊർഗെറ്റിംഗ് പറയില്ലേ, അതിന് മറ്റേ ആ ചാർട്ട് ഹെൽപ്പ് ചെയ്തോ? ഹൗ വാസ് ഇറ്റ്? മറന്നുപോക്ക് എങ്ങനെയാ റെഡ്യൂസ് ചെയ്തത്? മറന്നുപോക്ക് കൂടുതൽ ഞാൻ കീവേഡ്സ് ഒക്കെ മിസ് പറയുന്ന പോലെ അതിന് എഴുതി വെക്കില്ലേ, ചില കീവേഡ്സ് ഒക്കെ ഉണ്ടാവും, അതന്നെ വീണ്ടും വായിക്കും. അതിന് അത് വായിക്കും. പിന്നെന്താ വെച്ചാൽ ഞാൻ റിവിഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ വേർഡ്സ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കേ. ഇപ്പൊ മെറ്റീരിയൽ തന്നെ ഇതാണ് കീവേഡ്സ് എന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും. അതൊന്ന് വായിക്കുമ്പോൾ തന്നെ സ്ട്രെസ് ഔട്ട് ചെയ്യും. ജസ്റ്റ് ഒരു കാഷ്വൽ റീഡിങ് അല്ലാണ്ട് കുറച്ചുകൂടി നല്ല എഫേർട്ട് എടുത്തിട്ട് ഞാൻ വായിക്കാം.
MCQ എങ്ങനെയായിരുന്നടാ? ലൈക്ക് എക്സാമിന് എപ്പോൾ അറ്റൻഡ് ചെയ്തു? ബിഗിനിങ് ആണോ ഓർ ഇൻ ബിറ്റ്വീൻ ആണോ? ലൈക്ക് വെൻ ഡിഡ് യു അറ്റൻഡ്? ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ ആദ്യത്തെ 3 ഡിസ്ക്രിപ്റ്റീവ് ലോട്ട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ നേരെ MCQലേക്ക് ചെയ്തു. അതൊരു ഹാഫ് ആൻ അവർ എടുത്തു, കാരണം MCQ കുറച്ച് ട്രിക്കി ആയിരുന്നു ഈ പ്രാവശ്യത്തെ. ചില ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരു ട്രിക്കി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതില് ബാങ്ക് ഓഡിറ്റ് ആണ് എനിക്ക് പിന്നെ അത്യാവശ്യം നന്നായി കിട്ടിയത്. കാരണം ആ ഡിമാൻഡ് ആൻഡ് അവൈലബിലിറ്റി ക്വസ്റ്റ്യനും CRR ക്വസ്റ്റ്യനും ഞാൻ പ്രതീക്ഷിച്ചു ഇപ്രാവശ്യം MCQല് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ഫോർമുലൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ച് കാരണം എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കി PSC ഓഡിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായില്ലേ? PSC ഓഡിറ്റ് ഞാൻ PSC ഓഡിറ്റ് സ്കിപ്പ് ചെയ്ത ചാപ്റ്ററാണ്. ചില ചാപ്റ്റേഴ്സ് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഈ PSC ഓഡിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ റിസ്ക് അസസ്മെന്റ്, ഇന്റർണൽ കൺട്രോൾ, അതിൽ ഞാൻ ചിലത് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു. ഈ ഇന്റർണൽ കൺട്രോൾ ഫ്രെയിംവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സ്കിപ്പ് ചെയ്ത്. ബാങ്ക് ഓഡിറ്റ് MCQ അറ്റൻഡ് ചെയ്യാൻ മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പഠിച്ചില്ല. കാരണം അത് മനസ്സിലാവണില്ല, ഇത്രയും വലിയ ചാപ്റ്റർ ഉണ്ട്, അന്ന് 5 മാർക്കിന് ചോദിക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി MCQന് വേണ്ടി ഞാൻ വായിച്ചു, ഡിസ്ക്രിപ്റ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഉള്ളത് തന്നെ ഫോറൻസിക് ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. അതന്നെ ഫോറൻസിക് അക്കൗണ്ട്. അത് ഡിസ്ക്രിപ്റ്റീവ് MCQ മനസ്സിലായി കൂട്ടാ. അപ്പൊ പ്രസന്റ് ചെയ്യുമ്പോൾ ലൈക്ക് എക്സാമിന് ലൈക്ക് യു പുട്ട് എ ഹെഡിങ്, പിന്നെ ആസ് പെർ ആദ്യം ഇൻട്രോ എഴുതും, അനാലിസിസ് എഴുതും. ഇൻട്രോ മീൻസ് ഇൻട്രോ കഴിഞ്ഞാൽ നേരെ പ്രൊവിഷൻ എഴുതും ആസ് പെർ എസ്എ. പിന്നെ എന്താണ് പ്രൊവിഷൻ, പിന്നെ ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അനാലിസിസ് കറക്റ്റ് ആയിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കും. കീവേഡ്സ് ഏതൊക്കെയാണ് വരുന്നത് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. അത് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തു. പിന്നെ എന്താന്ന് പ്രശ്നം, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്, അതാണ് മെയിൻ ഇഷ്യൂ. അപ്പൊ അതെന്റെ പേപ്പർ വേറെ ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, വെറുതെ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത്ര തോറ്റേന്ന് ഒരു മെൻഷൻ ചെയ്ത് പറഞ്ഞു. എന്റെ ഹാൻഡ് റൈറ്റിംഗ് കാര്യത്തിൽ നീ മെയിൻ ആയിട്ട് ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അതേ ഹാൻഡ് റൈറ്റിംഗ് ഈ പ്രാവശ്യം ഫോളോ ചെയ്തു, ഇതിൽ വ്യത്യാസം ഒന്നും ഉണ്ടായില്ല. കീവേഡും കൺക്ലൂഷനും അണ്ടർലൈൻ കീവേഡ് കൺക്ലൂഷൻ അണ്ടർലൈൻ ചെയ്യും. മെയിൻ ആയിട്ട് അതാണ് ചെയ്തത്. അതുപോലെ എസ്ഐയുടെ നമ്പറും പ്രൊഫഷണൽ എത്തിക്സ് ക്ലോസസ് അതൊക്കെ കോട്ട് ചെയ്തു അല്ലേ? പ്രൊഫഷണൽ ക്ലോസ് കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്ഐയുടെ നമ്പറും പേരും കോട്ട് ചെയ്തിട്ടുണ്ട്. പേര് SQC1 ഒക്കെ എന്റെ ഓർമ്മയുണ്ടായിരുന്നു. അത് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിട്ടെ ആ വലിയ ക്ലോസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ SQC1 ആയിരുന്നില്ല മോണിറ്ററിംഗ്. അതില് ഓൾമോസ്റ്റ് ഒരു 60 to 70% ഒക്കെ ആക്യുറസി ഉണ്ടാവും ICയുടെ സ്റ്റഡി മെറ്റീരിയലായിട്ട്. ഏകദേശം ഒരു 100% എത്തൂല, 100% കീവേഡ് വെച്ചിട്ട്. അതിന് ഓൾമോസ്റ്റ് ഒരു 86 മാർക്സിനാണ് അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ടൈം ഇല്ലാതെ ഞാൻ കൂടുതൽ പെർഫെക്ഷനൊക്കെയാണ് ഫോക്കസ് ചെയ്തേ. എങ്ങനെയെങ്കിലും 100 മാർക്ക് അറ്റൻഡ് ചെയ്യാണ്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ നല്ല രീതിയിൽ ഒരു ആക്യുറസിയിൽ എഴുതാണെങ്കിൽ IC ഒരു 5 ഒരു 4 തരേ, അല്ലെങ്കിൽ 3.5 തരാതിരിക്കില്ല എനിക്ക് ഉറപ്പായിരുന്നു. ഓൾമോസ്റ്റ് ഞാൻ 60 തന്നെ പ്രതീക്ഷ ഈ പ്രാവശ്യം. 55 to 60 തന്നെ. കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്ത് ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്ത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ എഴുതിയിട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ആൻസർ കംപ്ലീറ്റ് ആണ്. കീവേഡ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് ICയുടെ ഏകദേശം ആ ഒരു പ്രസന്റേഷൻ എത്തിയിട്ടുണ്ട്. ഈവൻ എക്സ്ട്രാ ഷീറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നെ ആൾക്കാർ നോക്കണ്ടായിരുന്നു എക്സ്ട്രാ ഷീറ്റ് എടുത്തപ്പോ. അത്യാവശ്യം Okay, so strategy change എന്ന് പറയുമ്പം last May and this November it's like more writing practice ചെയ്തല്ലേ? മോർ റൈറ്റിംഗ് പ്രാക്ടീസ്. ICയുടെ ഫോർമാറ്റ്, ICയുടെ സ്റ്റഡി മെറ്റീരിയലും ആ ഫോർമാറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യണേ. ആ കീവേഡ്സ് ആയാലും ആ സെന്റൻസ് ആയാലും മാക്സിമം ICയുടെ സെന്റൻസ് കോട്ടയം നോക്കുക. കാരണം അവരുടെ സ്കീം ഓഫ് വാല്യൂവേഷൻ വെച്ചാണ് അവര് ക്രോസ് വെരിഫൈ ചെയ്യണത്. അപ്പോ അതിലുള്ള ബോൾഡ് ലെറ്റേഴ്സ് തന്നെയാണോ നമ്മുടെ എഴുതിയിലും അവർ നോക്കും. അത് മാച്ച് അല്ലെങ്കിൽ എഴുതി ഉത്തരം ശരിയാണെങ്കിൽ അവർ മാർക്ക് ഇട്ട് തരില്ല. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവർക്കും പറഞ്ഞോടാ. ഇല്ല, ICനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ അതിന് എപ്പോഴും പറയാം, IC നമ്മുടെ അമ്മയാണ്. അമ്മ എപ്പോഴും സ്ട്രിക്റ്റ് ആയിരിക്കും. എല്ലാവരുടെ സച്ചിൻ എന്തെങ്കിലും കൺക്ലൂഷൻ ആയിട്ട് പറയാനുണ്ടോ? ലൈക്ക് എല്ലാരും പറയുന്ന ഓഡിറ്റിംഗ് എന്താ പറയാ മോൺസ്റ്റർ സബ്ജക്ട് എന്നുള്ള ഒരു ഇതാണ്, ലൈക്ക് സ്കോറിംഗ് അല്ല. സോ
I think from your mouth, it should be clear that where there is a will, there is a way, അല്ലേ? So, അതെ ഭയങ്കര ഒരു അപ്രിസിയേഷൻ ഉണ്ട് കേട്ടോ, ബിക്കോസ് 70+ വാങ്ങിച്ച വേറെ ആൾക്കാരുണ്ട്. But the thing is, you said you will score 70+ from അതെ 20 and you did it. അതാണ് എന്നെ Yes, yes. ഇത്രയും കൂടുതൽ അതെ ആക്ച്വലി ഐ വാസ് സർപ്രൈസ്. നീ മാർക്ക് ലിസ്റ്റ് അയച്ചു Yes, തന്നപ്പോൾ yes. ഞാൻ സർപ്രൈസ് ആയിരുന്നു. ഐ റിമെമ്പർ ഞാൻ അതെ റൈറ്റ് ചെയ്തോടാന്ന് ചോദിച്ചപ്പം 90% റൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തോ ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ ഞാൻ ചോദിച്ചായിരുന്നു തോന്നുന്നു, ലൈക്ക് ഈ പ്രാവശ്യം റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തോ, ഓൾമോസ്റ്റ് 90% യു ഹാവ് ഡെഡ് എന്ന് പറഞ്ഞു. ഇതെന്നാ അത് തേർഡ് അറ്റംപ്റ്റിൽ ഞാൻ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ അത് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു, ഫുള്ള് റൈറ്റിംഗ് അല്ല. ഇങ്ങനെ ആസ് പെർ എസ് ജസ്റ്റ് കീവേഡ്സ് ഇങ്ങനെ ഒരു തട്ടിവിട്ടില് തട്ടിമുട്ടിൽ എന്ന് പറയും. ഫുൾ ICA ഫോർമാറ്റ് പോലെ എഴുതണം, എഴുതി പഠിക്കണം. അതന്നെ ഫുൾ ICA ഫോർമാറ്റ് പോലെ എഴുതണം, എന്നിട്ട് അങ്ങനെ പഠിക്കുക. അത് കൂടുതൽ റിമംബറൻസ് എന്നല്ലാതെ അത് തന്നെയാണ്. എഴുതി പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മൾ വിചാരിക്കും എഴുതി പഠിക്കുമ്പോൾ ടൈം ഇല്ല എന്നാ, അതിനു വേണ്ടി ടൈം കണ്ടെത്തണം. അല്ലെങ്കിൽ എക്സാമിന് നല്ലൊരു റിസ്ക് അപ്രോച്ച് ആയിരിക്കും. റിസ്ക് കുറയ്ക്കുന്നത് ആണ് ചെയ്യുന്നത്. അപ്പൊ ICAയുടെ ഫോർമാറ്റ് അതുപോലെ തന്നെ എഴുതി പഠിക്കുക, കീവേഡ്സ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മിസ് പറയുന്ന പോലെ ലിങ്കിങ്, ഓരോ essay ആയിട്ട് വേറെ വേറെ ലിങ്കിങ് ചെയ്യുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത്ര ഇമ്പോർട്ടന്റ് ആ ലിങ്കിങ് ചെയ്യുന്നത്. മനസ്സിലായി. ലിങ്കിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറെ മനസ്സിലാവും. അത് തന്നെ ഫ്രോഡ് ഉണ്ടെങ്കിൽ SA 240 ആണെങ്കിൽ SA 550 ആയിട്ട് ലിങ്കിങ് ആണ് വരുന്നത്. റിലേറ്റഡ് പാർട്ടി 220 തന്നെ 220 ആണെങ്കിൽ SPC 180 വരും. പിന്നെ 580 മോസ്റ്റ്ലി എല്ലാത്തിലും വരുന്നുണ്ട്. റിട്ടൺ റെപ്രസെന്റേഷൻ. അതെ അതെ മനസ്സിലായി. അപ്പം താങ്ക് യു. എല്ലാവരും പറയാനുള്ളത് അല്ല, ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് നിന്റെ ഒരു കേസ്, എസ്പെഷ്യലി ഫോർ മീ ഓൾസോ, ബിക്കോസ് നീ എന്നെ മെസ്സേജ് അയക്കുമ്പം ഐ ഓൾസോ ഫീൽ ലൈക്ക് നിന്നെ എനിക്കറിയാം, യു ഹവ് പുട്ട് ഇൻ ദി എഫേർട്ട്. ബട്ട് കാണുമ്പം ഇങ്ങനെ ഓൺലൈൻ ആണെങ്കിലും നിന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, സീരിയസ്ലി. ബിക്കോസ് അന്ന് രാത്രി എനിക്ക് ഓർമ്മയുണ്ട് നീ എനിക്ക് മെസ്സേജ് അയച്ചു, രാത്രി റിസൾട്ട് വന്നു. സോ രാത്രി സച്ചിൻ, അറ്റ് ലാസ്റ്റ് CA സച്ചിൻ. അപ്പൊ ഞാൻ ആ മാർക്ക് ലിസ്റ്റ് നോക്കുന്നില്ല, ബിക്കോസ് വേറെ കുറെ മെസ്സേജ് ആണ് വാട്സാപ്പ് സ്റ്റക്ക്. സോ മാർക്ക് ലിസ്റ്റ് നോക്കിയില്ല, നീ അപ്പൊ പറഞ്ഞപ്പോഴാണ് 70+ എന്ന് വന്നത്. പ്രോമിസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ 70+. നോ, ഇപ്പോഴും എന്റെ അടുത്ത് മെസ്സേജ് ഉണ്ട്, പ്രൂഫ് ഉണ്ട് എന്റെ അടുത്ത്. പ്രോമിസ് പ്രോമിസ് തന്നുണ്ട്, പക്ഷെ 72 വാങ്ങിയ ശേഷം ആ റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഓർമ്മയില്ല. ഞാൻ പ്രോമിസ് തന്നുണ്ടോ എനിക്ക് ഓർമ്മയില്ലേ. പക്ഷെ അത് ഹിന്റ് ചെയ്തപ്പോ ഓർമ്മിച്ചു. എനിക്ക് ഓർമ്മിച്ചപ്പോ 70. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. ഇതേപോലെ യുനോ എല്ലാ 5 പേപ്പേഴ്സിന് എക്സംഷൻ, ഇതേപോലെ നിന്റെ ഫ്യൂച്ചർ കരിയറിലും ഇതുപോലെ ഫ്ലൈ ഹൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Okay, ma'am. Thank you, ma'am. Thank you so much.